സൂര്യനാഥം പറയുന്നത് ദശനാഡികൾ ദശവായുക്കളുടെ പ്രവർത്തനം 96 തത്വ ശരീരത്തിൽ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ തമിഴിലിരുന്ന് എടുത്ത് മലയാളിയായി പറയുന്നത് ശരീര അവയവങ്ങളെ. ഓരോരോ ശരീരത്തിലും പഞ്ചഭൂതക്കൂറ് ഉണ്ട്. അത് 22 തരത്തിൽ പ്രവർത്തിക്കും. അത് പഞ്ചഭൂതത്തിനെ നാം ആഹാരമായി കഴിക്കുന്നതിൽ ഉണ്ടാവുന്നത് മണ്ണ്, നീര്, തീ, വായു, ആകാശം ശരീരത്തിന് പറയുന്നത്. അത് മണ്ണിൽ വളരുന്നത് ആഹാരമായി കഴിക്കുന്നത് എത്തുന്നത് അന്നക്കുടലിൽ. അപ്പോൾ അത് മണ്ണിൻ്റെ സത്താണല്ലോ. അത് അന്നസത്ത് അന്നക്കുടലിലിരുന്ന് ഉണ്ടാകുന്നത് 5 വക പൊരുൾ. ഒന്ന് മുടി, എലുമ്പ്, എല്ല്, തോല്, ഞരമ്പ്, ചത. ഇത് ആഹാര കുടലിലിരുന്ന് ഉണ്ടാകുന്നത്, ആഹാരം കഴിക്കുന്നതിലിരുന്ന്. അടുത്തത് ജലക്കുടൽ. അന്നം കഴിക്കുന്നത് മലം വേറെ ജലം വേറെയായി മഞ്ച ആയി രക്തം ആയി നാദനിറം ആകുന്നത്. അത് ശ്രോണിതം കൊഴുപ്പ് ആയ 5 പ്രവർത്തനം. 4 അഗ്നി, നെഞ്ച്, 4 തത്വം. അത് ആഹാരം, ഭയം, തളർച്ച, മോഹം ഉണ്ടാക്കുന്നത്. അടുത്തത് വായു, ശ്വാസം, ചങ്ക്, 4 പ്രവർത്തനം. ഇരിക്കൽ, നടക്കൽ, കിടക്കൽ, നിൽക്കൽ ദശവായുക്കളിൽ പറഞ്ഞ പേരും വരുന്നുണ്ട്. അടുത്തത് ആകായം. അത് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് നെറ്റി. അത് നമ്മുടെ ഇന്ദ്രിയം സത്താണ്. ഇന്ദ്രിയം സൂര്യൻ്റെ സത്താണ്. അത് ചെയ്യുന്നത് കാമം, കോപം, ക്രോധം, മതം. ഇവ 4 96 തത്വ ശരീരത്തിൽ അതിനായകനായി പ്രവർത്തിക്കുന്നത്. ഇത് പറയുന്നത് നമ്മുടെ സാധാ ശരീരത്തിൽ ഉള്ളതിനെ പറയുന്നത് സിദ്ധന്മാരുകൾ അവയവങ്ങളെ ഭക്തിയാക്കുന്ന രൂപം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ശരീര അവയവങ്ങളെ ഓരോരോ തരത്തിൽ പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ അകത്തിൽ ഒട്ടി ഇരിക്കുന്നത് 6 പക. അതിന് തമിഴിൽ 6 ഉള ഒട്ടകം എന്നും പറയും. ഒട്ടി ഇരിക്കുന്നത് അകത്തിൽ 6 ആധാരത്തിൽ ഒട്ടിയിരിക്കുന്നത് ഒട്ടകം എന്ന് പറയുന്നത് കാമം, കോപം, ലോഭം, മോഹം, മതം, മാത്സല്യം. ഇത് ലോഭം മാറി വന്നു. അതുകൊണ്ടാണ് 6 പക വരാത്തത്. ഒട്ടകം എന്ന് പറയുന്നത് അകത്തിൽ. ഇത് ഭാരത ഗ്രന്ഥങ്ങളിൽ ഒട്ടകം എന്ന് പറയുമ്പോൾ ഇന്ന് ഒട്ടകത്തിനെ മേയ്ക്കുന്ന കഥ പറയുന്നു. അത് ശരിയാണോ? ഒന്ന് ആലോചിക്ക്. കാര്യങ്ങൾ നമുക്ക് പലതും അറിയാത്തത് ഉണ്ട്.